വീട് എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ്. പക്ഷെ അത് വളരെ കാലം കാത്തിരുന്ന് കിട്ടുമ്പം അതിൽ താമസിക്കാനും അതിൽ അനുഭവിക്കാനും ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ഒരു വീട്ടിലാണ് നമ്മളുള്ളത്. പത്തനംതിട്ട വള്ളംകുളം നന്നൂരിലുള്ള വിഷ്ണു ബ്രോയുടെയും സിന്ധു അമ്മയുടെയും വീട്. ബ്രോ നമസ്കാരം. നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവരുടെ വീട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു. നിങ്ങൾ ദീർഘകാലത്തെ ഒരു ആഗ്രഹത്തിന് ശേഷമാണ് അങ്ങനെ ഒരു വീടായല്ലേ? അതെ അതെ. യെസ്. എത്ര നാൾ കൊണ്ടാണ് ഈ വീട് പണി പൂർത്തീകരിച്ചത്? വീട് പണി 8 മാസം 9 മാസം എടുത്തായി. ഇത്ര കാലം നിങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്? വീട്ടിലായിരുന്നു. എത്ര നാള് താമസിച്ചിട്ടുണ്ട് വാടക വീട്ടില്? അമ്മ 61 വർഷം, ഞാൻ 29 വർഷം. അതായത് ജനിച്ചപ്പോ തൊട്ട് വാടക വീട്ടിലായിരുന്നു. അന്ന് മുതൽ സ്വന്തമായ ഒരു വീട് എന്നുള്ള ആഗ്രഹം ഇപ്പൊ ഈ അടുത്താണ് പോകുന്നത് അല്ലേ? ഒരു മാസമേ ഉള്ളൂ വീടിന്റെ പണി കഴിഞ്ഞിട്ടല്ലേ? വിഷ്ണു ബ്രോ ഒരു JCB ഓപ്പറേറ്റർ ആണല്ലേ? കൊള്ളാം. അപ്പം യാദൃശ്ചികമായിട്ട് JCB ഓപ്പറേറ്റ് ഈ ഒരു പ്ലോട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ സ്ഥലം കണ്ടെത്തിയതും അല്ലേ? ഇങ്ങനെയാണോ ഒന്ന്? അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ പ്ലോട്ട് ഉണ്ടാക്കുന്നേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. അന്ന് കണ്ടപ്പോ തന്നെ ഈ സ്ഥലത്തിനോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആർക്കായാലും തോന്നും, കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ പുറകിൽ നല്ല വയലും അല്ലേ, നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലത്താണ്. അതിന്റെ എഡ്ജിലാണ് നമ്മുടെ വീട് വന്നിരിക്കുന്നത്. ഇങ്ങനെ പ്ലോട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ ഇങ്ങേ അറ്റത്ത് അല്ലേ, ഏറ്റവും നല്ല സ്ഥലമാണ്. എല്ലാം കൊണ്ട് ഒതുങ്ങിയൊരു വീടാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഈ വീടൊന്ന് നോക്കുക കേട്ടോ. ഒരു ഓടുകൊണ്ട് എലവേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് ഹൗസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈനുള്ള സിമ്പിൾ വീട്. ലളിതമായിട്ടുള്ള വീടും ലളിതമായിട്ടുള്ള ജീവിത രീതിയും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു വീടാണ്. അടിപൊളി വീട്. അതിൻ്റെ പുറത്തെ എലവേഷൻ ഡിസൈനും ഒക്കെ ആണെങ്കിലും സിറ്റ് ഔട്ട് സ്പേസ് ഒക്കെ ആണെങ്കിലും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാഡിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വിൻഡോയിൻ്റെ ഡിസൈൻ ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട്. ആ കളർ ടോണും അതിമനോഹരം. ബ്രോ അടിപൊളി. ഈ ഡിസൈനൊക്കെ സ്വന്തം താല്പര്യപ്രകാരമാണോ ചെയ്തതോ? സ്വന്തം താല്പര്യമുണ്ട്, പിന്നെ നമ്മുടെ കോൺട്രാക്ടർ ശംഭുവിൻ്റെയും ഇഷ്ടപ്രകാരം താല്പര്യപ്രകാരമൊക്കെ ഉണ്ട്. ഓക്കെ. 900 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് 18 ലക്ഷം രൂപയ്ക്കാണ് ഇവർ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് കേട്ടോ. ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ 900 സ്ക്വയർ ഫീറ്റ് അല്ല, അതിലേറെ സ്ഥലം പറയുന്ന ഒരു വീട് കൂടിയാണ്. നമുക്ക് എന്തായാലും ചുറ്റും നോക്കാം. ഇത് കംപ്ലീറ്റ് വാർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് വീട്. ഫുള്ള് വാർപ്പാ. ഇത് ഒരു ചെറിയ എലിവേഷൻ ആയിട്ട് ഓടിട്ട് അത് വന്നപ്പോഴാണ് ആ വീടിന്റെ ഭംഗി പൂർത്തിയായത്. ഇങ്ങനെ വരാം കണ്ടോ, നീണ്ടു കിടക്കുന്ന പച്ചപ്പാട്. ഇപ്പൊ മഴയൊക്കെ പെയ്തുകൊണ്ടൊക്കെ ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞോളല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വീടിന്റെ സൈഡ് വശം വരുന്നു. ഈ കാണുന്ന ഒരു ബേ വിൻഡോ ആണ് കേട്ടോ, ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. സാധാരണ കണ്ടുവരുന്ന എലിവേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എലിവേഷനാണ്. നമ്മൾ കയറുന്ന ഈ സിറ്റ് ഔട്ട് സ്പേസിന് ഇവിടെ നമ്മുടെ കയറുന്ന വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിന്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു കവറിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ഒരു ചെറിയൊരു റൗണ്ട് ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബ്രോയിന്റെ ഐഡിയ ആണോ? ബ്രോയുടെ ഇച്ചിരി വലുത് കൊടുക്കാനാണ് പറഞ്ഞേ. ശംഭു പറഞ്ഞു ഇതിന് ഒരു ഇച്ചിരി മാച്ചിങ് വരുന്ന ചെറുതായിട്ട് കൊടുക്കാനാ അമ്മ പറഞ്ഞു. ലളിതമായിട്ട് മതി തീരുമാനിച്ചല്ലേ. ഇത്രയും വലിയ വീട് വെക്കാനുള്ള സാമ്പത്തികം നമുക്കില്ല. കുറഞ്ഞ ഇതിലൊരു വീട് മതിയെന്നായിരുന്നു. പിന്നെ 18 ലക്ഷം രൂപയായുള്ളൂ. 18 ലക്ഷം രൂപയ്ക്ക് കുറഞ്ഞൊരു സൗകര്യം, കുറഞ്ഞ ലളിതമായിട്ടുള്ള ജീവിത സാഹചര്യം മതി തീരുമാനിച്ചു. പക്ഷെ അത് വൈറലായി അല്ലേ? ഇത്രയും വൈറലാന്ന് വിചാരിച്ചില്ല. ഇത്രയും വൈറലായിട്ടുള്ള നിങ്ങളുടെ വീട് കാണാൻ ആളുകൾ വരുന്നുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്. എൻക്വയറീസ് ഉണ്ട്. എൻക്വയറീസ് നിങ്ങൾ തപ്പി അന്വേഷിച്ച് വരുന്നുണ്ടല്ലേ? എന്താണ് മിക്കവാറും ഇതിന്റെ ചെലവ് എങ്ങനെയാണ്? അതിന്റെ എലവേഷൻ സ്ക്വയർ ഫീറ്റ് എത്രയാണ്? പ്ലാൻ കിട്ടുമെന്നൊക്കെ നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ലളിതമായിട്ടുള്ള വീട്. ഇത്തരം വീടുകൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് ആളുകൾ എൻക്വയറി വരാറുണ്ട്. നമുക്ക് ആരും നല്ല ആർക്കിടെക്ട് ആരെങ്കിലും കിട്ടാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പണിതിട്ടുള്ള ഒരു വീടാണ്. നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉദ്ദേശം നടന്നു. നന്നായിട്ട് തന്നെ ചേർന്നായിരിക്കണം, പക്ഷെ ഭംഗി ഉണ്ടായിരിക്കണം. അത് നിർബന്ധമായിരുന്നു. ചെറിയൊരു വീട് നമുക്ക് എങ്ങനെ പണിയാം, പക്ഷെ ഭംഗി കൂടെ വരിക എന്നുള്ളതാണ്. നല്ലൊരു കോൺടാക്ട് കൂടിയാണ് കിട്ടിയത്. ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു ശംഭുവിന്റെയും ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് ഇങ്ങനത്തെ ഒരു മോഡലല്ല, ഞാൻ ഒരു ബോക്സ് ടൈപ്പ് വീടാണ് എനിക്ക് മതി എന്ന് പറഞ്ഞത്. ശംഭു ബോക്സ് ടൈപ്പ് ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ, അതൊക്കെ കാലഹരണം പെട്ടതാണ്. നമുക്ക് വേറൊരു ടൈപ്പ് പിടിക്കാന്ന് പറഞ്ഞാണ് ശംഭു ചെയ്തത്. വീഡിയോക്ക് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേണോ, എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആദ്യം. ശംഭുവിന് പല പല സാധനങ്ങളൊക്കെ അയച്ചു. അതിൽ നിന്ന് ശംഭു തന്നെ പിന്നെ ഡിസൈൻ എല്ലാം കൊടുത്ത് ശംഭുവിനെ അയച്ച് കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. അതിൽ നിന്ന് തന്നെ എന്നാ പിന്നെ ശംഭുവിന് ഒറ്റ വിശ്വാസത്തില് എന്നാ ചെയ്ത് തുടങ്ങുന്നൊക്കെ പറയാൻ തുടങ്ങിയതാ. എന്നാ നീ പണി സെറ്റപ്പ് തുടങ്ങിയതാ. നിങ്ങളെ ഞാൻ വിളിക്കണോ, നിങ്ങൾ എന്നെ വിളിക്കോ? ഈ കയറി പോകുന്ന ഈ വഴി ഉണ്ടല്ലോ, ഇവിടെ ചെറിയൊരു ഭാഗം കുറച്ച് പച്ച പുല്ലെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിട്ടാ അല്ലേ? ത്രൂ ഔട്ട് മെറ്റൽ വേണ്ടാന്ന് തീരുമാനിച്ചു. ഈ ശംഭു ആരാ? ശംഭു കൊള്ളാലോ. വില ഉള്ളിലേക്ക് കയറാം. 2 സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാവില്ലല്ലേ? അപ്പൊ ആ ഒരു ഭാഗം ഒഴിവാക്കി കിഴക്കോട്ട് ദർശനം വേണമെന്ന് പറഞ്ഞു. അങ്ങോട്ടേക്കാണ് വാസ്തുപ്രകാരമാണ്. നല്ല വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ വീടിന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ വീടിന്റെ ഏറ്റവും വലിയ ഭംഗിയുള്ള ഭാഗമാണ് ഈ ഒരു ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. ഒരു എർത്തി ടോൺ കിട്ടുന്ന രീതിയിൽ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു പിസ്ത ഗ്രീൻ സ്റ്റൈലിൽ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കയറാം. ഈ വിൻഡോസ് ഒക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇതാണ് സിറ്റ് ഔട്ട് സ്പേസ് അല്ലേ?
2 ചെയറോട് ഇട്ടാൽ സെറ്റായി. സെറ്റായി. ആവശ്യമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഭംഗി. അപ്പോൾ ഇതാണ് ശംഭു. നമസ്കാരം. ശംഭുവിന്റെ ഐഡിയയിൽ ഈ വീട് വിരിഞ്ഞാന്ന് പറഞ്ഞത് കംപ്ലീറ്റ് മൊത്തം ഒരു മാറ്റം പിടിച്ചാന്ന് പറഞ്ഞത്. സാധാരണ വീടിനേക്കാളും നന്നായിട്ട് വേറൊരു ഡിസൈനിൽ പണിയണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ വീടായെന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് പുതുതായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുള്ള സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ഒരു 900 സ്ക്വയർ ഫീറ്റിൽ പണിയൊരു വീടാണ്. ഇതിനകത്ത് നമുക്കൊരു ട്രോപ്പിക്കൽ പാറ്റേണാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സൈഡ് പാടം വരുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ വ്യൂ കിട്ടാൻ വേണ്ടി ഒരു ട്രോപ്പിക്കൽ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കോർട്ട്യാർഡ് ഉണ്ട്, അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ശംഭുവിന്റെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? എൻ്റെ SP കൺസ്ട്രക്ഷൻ ആണ്. SP കൺസ്ട്രക്ഷൻ. എവിടെയാണ്? കുമ്പനാട്. ഓക്കെ. ശംഭുവിന്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം കേട്ടോ, ആവശ്യമുള്ളവർക്ക് വിളിക്കാമല്ലോ അല്ലേ? അപ്പൊ ശംഭുവിന് ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ ഉള്ളോട്ട് കയറട്ടെ? ശംഭു വന്നോ? അല്ല വരുന്നോ? അപ്പോൾ വിഷ്ണു ബ്രോ, നമ്മളെവിടെയാ? നമ്മൾ വീടിന് ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? എവിടെയൊക്കെ എന്തൊക്കെ ഇടങ്ങളുള്ളത്? ഉള്ളിൽ ഇത് ചെറിയ ഹാളാണ്, സിറ്റൗട്ടിൽ കയറുന്ന ഹാള്. പിന്നെ അതൊരു റൂം, ഇതൊരു റൂമാണ്. ഇത് റൂമിനോട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതൊരു കോമൺ ബാത്റൂം അല്ലേ? 2 റൂമും 2 ദിശയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് നടുവിലാണ് നമ്മുടെ ഈ പറഞ്ഞ ലിവിംഗ് സ്പേസ് വന്നിരിക്കുന്നത്. ഇവിടെ ലിവിംഗ് നിന്നോ ഡൈനിങ് നിന്നോ അങ്ങനെ വലിയ സെപ്പറേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നേരെ ചെല്ലുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. ആ ഡൈനിങ് സ്പേസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു 4 സീറ്റർ ആണ്, വളരെ ക്യൂട്ടായിട്ടുള്ള അല്ലേ? നിങ്ങളുടെ വീട് പോലെ തന്നെ മനോഹരമായിട്ടുള്ള വീടിന് ചേരുന്ന ഒരു ഡൈനിങ് സ്പേസ്. വലിയൊരു സംഭവം എന്തായാലും ഇടാൻ സ്ഥലമില്ലല്ലോ, അങ്ങനെ ചെയ്തു. അതിന് പുറകിലായിട്ടാണ് നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ വന്നിരിക്കുന്നത്. അപ്പം ഈ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ആ TV യൂണിറ്റ് വന്നിരിക്കുന്ന ഭാഗത്ത് എന്താ വിഷ്ണുവിന്റെ പ്രൊഫഷൻ ആണല്ലേ? അതെ, അരിമാർഗമാണ്. അരിമാർഗമാണെന്ന്. ഒരു വണ്ടിപ്രേമിയാണെന്ന് തോന്നുന്നല്ലേ? അതെ, വണ്ടിപ്രേമിയാണ്. കാറുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അമ്മ KSBC-യിലായിരുന്നല്ലേ? KSBC-യിലായിരുന്നു, അവിടെ റിട്ടയർ ആയി 3 വർഷമായി. അപ്പം ഇവിടെ നമുക്കൊരു സോഫ സെറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോയിലൂടെ നല്ല കാറ്റ് വീടിനുള്ളിലേക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴും വാസ്തു പ്രകാരം നിർമ്മിച്ചുകൊണ്ട് അതിനൊരു കുറവ് വരുത്തിയിട്ടില്ല. ഇപ്പൊ സിംഗിൾ ലൈറ്റ് പോലും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീടിന്റെ ഉള്ളിൽ നല്ല പ്രകാശമുണ്ട്. പോസിറ്റീവ് വൈബാണ്. എല്ലാം കൊണ്ടും കണ്ടോ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് കണ്ടോ? ഇവിടുത്തെ ഏറ്റവും ഒരു മനോഹരമാക്കിയ നമ്മുടെ ഫേവറേറ്റ് പ്ലേസിലോട്ട് ഇരിക്കുമ്പോൾ അതേതാണ് സ്ഥലം? ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് പോലെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് പെബിൾസ് എല്ലാം ഇട്ടിട്ടുണ്ട് താഴെ. ഇതാണ് പിൻവാതിൽ നിയമനം. ഇതാണ് പിൻവാതിലൂടെ തുറന്നു നോക്കിയാൽ കാണുന്നത് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ്. ഈ പിൻവാതിൽ തുറന്നു നോക്കിയാൽ കാണുന്നത് തന്നെ പുറകിലത്തെ വിശാലമായിട്ടുള്ള പാടങ്ങളാണ് കേട്ടോ. ഈ വീടിന് സൗന്ദര്യം വരുന്നത് എപ്പോഴാണെന്നറിയോ? ഒരേ പാറ്റേണിൽ അങ്ങനെ പോയിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക്, ആ ബ്രേക്ക് കൊടുത്തിട്ട് കുറച്ച് വേറൊരു ടോണിലോട്ട് മാറുമ്പോഴത്തേക്കും ഒരു സെപ്പറേഷനായി, നമുക്ക് കാണുമ്പോൾ ഒരു മുഷിപ്പ് തോന്നാത്ത രീതിയിലൊരു ഡിസൈനുമായി. അവിടെ നമുക്ക് മുകളിൽ നിന്ന് സൺലൈറ്റ് കിട്ടാനായിട്ട് ഒരു പോർഷൻ പർഗോള പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇവിടെയൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വർണ്ണാഭമായ ഗ്ലാസുകൾ കൊണ്ട് ഇവിടെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസ് മുകളിലേക്ക്. മുകളിൽ എന്താണ്? മുകളിൽ തൽക്കാലം ഒന്നും ചെയ്യില്ല, സാമ്പത്തികം അനുസരിച്ച് മുകളിലേക്ക് അങ്ങനെ ഉയരട്ടെ. മുകളിലേക്ക് ഫർണിച്ചറൊക്കെ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ പുതുതായിട്ട് മേടിച്ചത്, ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിച്ച വീട്ടിലെ എല്ലാം. അപ്പൊ ആ ഒരു മേഖലയിൽ അധികം കാശ് മുടക്കേണ്ടി വന്നിട്ടില്ല, എല്ലാം നല്ല ഫർണിച്ചർ തന്നെ ഉണ്ടായിരുന്നു നമുക്കല്ലേ? യെസ്. ഓക്കെ. അപ്പം ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് കാണാം. മാസ്റ്റർ ബെഡ്റൂം അതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബേ വിൻഡോ. ആ ബേ വിൻഡോ ശരിക്കും ഇവർക്ക് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം മനസ്സിലായിട്ട് വെച്ചാ കേട്ടോ. ഇത്ര നല്ലൊരു സ്ഥലത്ത് ഒരു ബേ വിൻഡോ ഇല്ലാണ്ട് എങ്ങനെയാണ്? പുറത്തേക്ക് നോക്കിയാൽ നമ്മുടെ പാടം കാണുന്ന രീതിയിലാണ്, സൈഡ് മുറ്റമെല്ലാം കാണുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലാ കളറുകളും നിങ്ങൾ ഈ പറഞ്ഞ പോലെ പിസ്ത ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോ ആണേലും എല്ലാം. ഡൈനിങ് കം വാഷ് ഏരിയയുടെ അടുത്തൂടെ നല്ലൊരു സ്പെഷ്യൽ ഡോറ് കടന്ന് നമ്മൾ ചെല്ലുന്നത് എങ്ങോട്ടാ അമ്മേ? കിച്ചണിലേക്ക്. കിച്ചൺ ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. നമുക്ക് അതിന്റെ ഡോർ തന്നെ കാണുമ്പോൾ കളർ ടിൻറ്റഡ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് നല്ല രസമാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കിച്ചൺ. കിച്ചൺ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്, നല്ല സൗകര്യത്തിലാണ് ചെയ്തേക്കുന്നത്. അമ്മ ആഗ്രഹിച്ച പോലെ കബോർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? നിറയെ കബോർഡ്സ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ആ അതേ ഗ്രീൻ കളർ തന്നെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അമ്മ നല്ല കുക്കാണോ? അങ്ങനെയില്ല. ഈ കിച്ചണിലുണ്ട് ഡബിൾ ഡോർ കൊടുത്തിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് കാറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇത്രയും വർഷം വാടക വീട്ടിൽ കിടന്നതിന്റെ ഒരു സന്തോഷം ഉണ്ട്. പുതിയ വീട്ടിൽ കിടക്കുമ്പോ അല്ലേ, സ്വന്തം വീടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ? പിന്നെ ഇവിടെയാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് വരുന്നു. അതിന് തൊട്ടടുത്താണ് മുറി. അല്ല, ഇത് അമ്മയുടെ റൂമാണ്. അമ്മയുടെ റൂമാണ്. ഓക്കെ.
അപ്പോൾ മറ്റേ റൂമിനേക്കാളും കുറച്ചുകൂടി ചെറിയൊരു ഇത് 10x10 സൈസേ ഉള്ളൂ. അത് 12x10. 12x10 അല്ലേ? 10x10. ഓക്കെ, ചെറിയ സാധാരണ ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു ബെഡ്റൂമാണ്. ഇവിടെയാണ് നമുക്കൊരു എക്സ്ട്രാ വിൻഡോ കൊടുത്തിട്ടുള്ളത് അല്ലേ? വിൻഡോ എടുത്തേക്കുന്നത്. ഇതാണ് നമ്മൾ പുറമേ നിന്ന് കാണുന്ന വിൻഡോ ആണ്. ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് വഴി വരെ കാണാം. വഴി കാണാം. ആ സൈഡിലോട്ട്. ഈ വീടിന്റെ ഫ്ലോർ ഉടനീളം ഒരു സിമെന്റ് ഫിനിഷിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷ് ലെവലിലാണ് വന്നിരിക്കുന്നത്. എല്ലാ റൂമിലും അതേ കളർ തന്നെ ചെയ്തിരിക്കുന്നത് അല്ലേ? എല്ലാ കളർ സെയിം ആണ്, പക്ഷെ മെറ്റീരിയൽ ഡിഫറെന്റ് ആണ് അല്ലേ? അത് നോക്കുമ്പോൾ പറയാൻ പറ്റും. റൂമുകളിലേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് ടോണിലോട്ട് വന്നിട്ടുണ്ട്. കിച്ചൺ ആണെങ്കിൽ ഇതിന്റെ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഗ്രേ ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് എപ്പോക്സി ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ കിച്ചണിൽ എപ്പോക്സി ഇല്ല, ചെയ്തിട്ടില്ല. അത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതെ അല്ലേ? അത് നല്ല ചെലവ് വരുന്നൊരു പണിയാണ്. അതെ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ട് നമുക്ക് വീടിന്റെ ഏകദേശം എല്ലാ ഏരിയയും കാണാൻ പറ്റും അല്ലേ? അപ്പൊ ഇതാണ് വിഷ്ണുവിന്റെയും സിന്ധുമ്മയുടെയും വീട്. അതെ, സ്വപ്ന ഭവനം. അത് തന്നെ. കൺഗ്രാലേഷൻസ്. അങ്ങനെ ഒടുവിൽ ആഗ്രഹം പൂർത്തിയാക്കി. അപ്പോൾ നീണ്ട 60 വർഷത്തെ കാത്തിരിപ്പ്, വിഷ്ണുവിൻ്റെ 29 വർഷത്തെ കാത്തിരിപ്പ്, അതിനൊടുവിൽ സ്വന്തമായിട്ടൊരു വീട്. അതിന് ഇരട്ടി മധുരമാണ്. നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ ഒരു വീട് എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അനുഭവം അല്ലെങ്കിൽ എത്രത്തോളം സന്തോഷം പകരുന്ന ഒന്നാണെന്ന്. അപ്പോൾ എന്തായാലും സന്തോഷം കേട്ടോ നിങ്ങളുടെ ഈ ഒരു തുടക്കം. ഇനി ജീവിതകാലം ഇപ്പം മുകളിലോട്ട് കൂടെ പണിത് വലിയൊരു നല്ലൊരു വീട് കൂടെ ആക്കി മാറ്റാൻ സാധിക്കട്ടെ കേട്ടോ. അടിപൊളി. ഞങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ കഥകളൊക്കെ കേട്ടപ്പോൾ, ഒരുപാട് സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം. ശംഭു ബ്രോൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, SV കൺസ്ട്രക്ഷൻ്റെ. യെസ്, ഓക്കെ. അപ്പോൾ എല്ലാവരും ഒരു ബൈ പറഞ്ഞേരെ. ബൈ.